സർ, പഞ്ചാബിലെ ആദംപൂർ എയർബേസിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നൊരു സർപ്രൈസ് വിസിറ്റ് നടത്തി. ശരിക്കും പറഞ്ഞാൽ വ്യോമസേനയുടെ പ്രകടനത്തെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം നേരിട്ടെത്തി അവരെ അഭിനന്ദിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനമല്ലേ അത്? ഇത് സത്യത്തിൽ ഇതിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു. മോദി ഈ ആദംപൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് പഞ്ചാബിൽ. മോദി വ്യോമത്താവളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പശ്ചാത്തലത്തിൽ രണ്ട് സംഭവം കാണാമായിരുന്നു. ഒന്ന്, നമ്മുടെ S-400 മറ്റേ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈലുകളെ ഒക്കെ തകർത്ത നമ്മുടെ ഒരു വീരൻ, അതെ, ഈ യുദ്ധത്തിലെ സുദർശന ചക്ര, അതെ എന്ന് പറയുന്നത്. പിന്നെ ഒരു MiG-29, ഇത് രണ്ടും പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ആദംപൂർ വ്യോമത്താവളത്തിൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾ തകർത്തിരുന്നു എന്ന്. അപ്പോൾ ഇത് മോദിയുടേത് ഈ മാസ്റ്റർ ക്ലാസ് ഫാക്ട് ചെക്കിംഗ് എന്നാണ് പറയുന്നത്. ഒരു സംഭവം നടന്നോ ഇല്ലയോ എന്നുള്ളതിന് ഈ വസ്തുതാന്വേഷണമുള്ള ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പം മോദി പാകിസ്ഥാനിട്ട് നല്ല പണി കൊടുത്താണ് അല്ലേ? അതായത് അവിടെ ചെല്ലുന്നു, പശ്ചാത്തലത്തിൽ S-400 ഒക്കെ കാണാം, ഇവർ തകർത്തത് എന്ന് അവകാശപ്പെട്ടതാണ് പാകിസ്ഥാൻ. അപ്പോൾ ആ വ്യാജ വാർത്ത മോദി ഒരു സന്ദർശനം കൊണ്ട് പൊളിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ്റെ. അപ്പോൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഒക്കെ ഈ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം, ഇതിനൊക്കെ ശ്രമിച്ചിരുന്നു. ഈ ആദംപൂർ വ്യോമത്താവളം തകർക്കാൻ ശ്രമിച്ചിരുന്നു പാകിസ്ഥാൻ. ചുറ്റുമുള്ള ഗ്രാമങ്ങളിലൊക്കെ ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. അവരുടെ ഒരു ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ ആദംപൂർ വ്യോമത്താവളം തകർക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലടേ എന്ന് കാണിക്കാൻ വേണ്ടി മോദി അവിടെ മിന്നൽ സന്ദർശനം ഇന്ന് രാവിലെ നടത്തിയത്. അപ്പോൾ അതിരാവിലെ പോയ ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് ഇതിനെപ്പറ്റി എഴുതി. ഇത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ സന്ദർശനം. നമ്മുടെ സേനകളുടെ ധീരത, നിശ്ചയദാർഢ്യം, ഭയമില്ലായ്മ, ഇതിനോടൊക്കെ നമ്മുടെ രാജ്യത്തിന് അനന്തമായ കടപ്പാടാണ് ഉള്ളത്. സേന സദാസമയം രാഷ്ട്രത്തിന് അർപ്പണം ചെയ്താണ് ജീവിക്കുന്നത്. അവരോട് അനന്തമായ കടപ്പാടാണ് എന്ന് പറയുന്നൊരു കുറിപ്പ്, 2-3 വരി. അപ്പോൾ ധാരാളം വ്യാജ വീഡിയോകൾ പാകിസ്ഥാൻ ഇറക്കി വിട്ടിരുന്നു. ആദംപൂർ വ്യോമത്താവളം, മറ്റു വ്യോമത്താവളം, നമ്മുടെ വിമാനം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ഭാരതി വൈകുന്നേരം പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, വിമാനങ്ങൾ തകരുന്നതൊക്കെ ഒരു യുദ്ധം നടക്കുമ്പോൾ സാധാരണമാണ്. അത് തകർത്തു, ഇത് തകർത്തു, മറ്റേത് തകർത്തു എന്നൊന്നും അവകാശപ്പെടേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ജവാന്മാരുടെ ജീവൻഹാനി തന്നെയൊക്കെ വരും. ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഭാഗമാണല്ലോ എന്ന് പറഞ്ഞൊഴിയാണ് ചെയ്തത്. അല്ലാതെ നമ്മുടെ ഏതൊക്കെ തകർന്നു എന്നുള്ള ചോദ്യത്തിലൊന്നും ഒരു അർത്ഥമില്ല, അങ്ങനെ പത്രലേഖകർ ചോദിക്കുന്നതിൽ തന്നെ. പക്ഷെ ഇവര് ഒരുപാട് വ്യാജ വീഡിയോ, പഴയതും അല്ലേ, പഴയ അവശിഷ്ടങ്ങളും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കര, വ്യോമ, നാവികസേന നമ്മൾ യുദ്ധത്തിനെല്ലാം സജ്ജമായിരിക്കായിരുന്നു. ഈ സജ്ജമായിരിക്കുന്ന കര, നാവിക, വ്യോമസേനയിൽ വ്യോമസേനയുടെ അറ്റാക്ക് പാകിസ്ഥാനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നു. കാരണം അവരുടെ 9 എയർബേസുകൾ നമ്മൾ കംപ്ലീറ്റ് തകർത്തു എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യാനോ ടേക്ക് ഓഫ് ചെയ്യാനോ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഏത് ഉള്ളിലേക്ക് കടന്നു കയറാനും എവിടെ നിന്ന് വേണമെങ്കിലുള്ള പ്രതിരോധത്തെ തടുക്കാനും കഴിയുമായിരുന്നു. പക്ഷേ ഇന്ത്യ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചുള്ള അറ്റാക്ക് നടത്തിയ. അപ്പോൾ അങ്ങനെ അറ്റാക്ക് നടത്തിയ ഈ വ്യോമസേനയ്ക്ക് ഒരു അഭിനന്ദനം നൽകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ദന്തഗോപുരത്തിൽ വസിക്കുന്ന ആളല്ല, നമ്മുടെ കൂടെയുണ്ട്, നമ്മൾക്ക് ഊർജ്ജം തരാനായിട്ട്, പിന്തുണ തരാൻ കൂടെയുണ്ട്. അപ്പം നെതന്യാഹു ഇതുപോലെ യുദ്ധ സമയത്തൊക്കെ ആർമിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്തിനടുത്ത് നടന്നുപോയി ആളുകളടുത്ത് സംസാരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഓരോ ഭാരതീയനും വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ലേ? പിന്നെ അതായത് നമുക്ക് തെക്ക് വലിയ പരിചയമില്ലെങ്കിലും ഈ നോർത്ത്, ഉത്തരേന്ത്യയിലെ എല്ലാ വീട്ടിൽ നിന്നും ഒരു ജവാൻ കാണും, എല്ലാ വീട്ടിലും. അവര് ഈ അവധി ക്യാൻസൽ ചെയ്തിട്ട് കുറെ ജവാന്മാര് തിരിച്ചെല്ലാം വന്നില്ലേ, അപ്പൊ അവരെ ഈ സിന്ദൂരമൊക്കെ അണിയിച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ അയക്കുന്നതൊക്കെ കണ്ടില്ലേ. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അഗ്നിവീർ എന്നൊക്കെ പറഞ്ഞത് ചെറിയ തോതിലൊക്കെ
ആ ആരോപണങ്ങളൊക്കെ പച്ച പിടിച്ചത്. എന്താന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഒരു സൈനികൻ കാണും. ചില സൈനിക കുടുംബങ്ങൾ തന്നെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളാ ഖുറേഷി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ പത്രസമ്മേളനം നടത്തുന്ന, അതൊരു സൈനിക കുടുംബമല്ലേ. നമുക്കിവിടെ പാർട്ടി കുടുംബം എന്ന് പറഞ്ഞു മാത്രമാണല്ലോ ശീലമുള്ളത്. വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല, രാജ്യസ്നേഹം കൊണ്ട് അതാണ് സൈനിക കുടുംബങ്ങളാണ്. ഇവിടെ സൈന്യത്തെയൊക്കെ പുച്ഛമാണല്ലോ ആളുകൾക്ക്. അവിടെ അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ S-400 റഫാലും ഇതൊക്കെ നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് വിറപ്പിക്കുകയല്ലേ ചെയ്തേ പാകിസ്ഥാന്. അവരുടെ റഡാർ കേന്ദ്രങ്ങളും തകർത്തു നമ്മള്. കറാച്ചിയില് മിറൽ എന്ന് പറഞ്ഞ കന്റോൺമെന്റ് നമ്മൾ തകർത്തു. അവർ പേടിച്ച് ഇസ്ലാമാബാദിലേക്ക് വരെ അവിടെ നമ്മുടെ അറ്റാക്ക് ചെല്ലുമെന്ന് ഭയപ്പെടുന്നൊരു കണ്ടീഷൻ. ശരിക്കും പറഞ്ഞാൽ അവരുടെ വിമാനങ്ങൾ, അവരുടെ സംവിധാനങ്ങളെല്ലാം തകർന്നില്ലേ. റാവൽപിണ്ടിയാണ് അവരുടെ ഈ പട്ടാളത്തിന്റെ ആസ്ഥാനം. അതുകൊണ്ടാണല്ലോ ഈ മുനീർക്ക മറ്റേ നിലവറയിലേക്ക് പോയി ഒളിച്ചത്. അവിടെ തകർക്കപ്പെടുവോ എന്നൊക്കെയുള്ളത്. സർഗോദ വിമാനത്താവളത്തിന്റെ അടുത്താണ്, സർഗോദ വ്യോമതാവളം നമ്മൾ തകർത്തിട്ടുണ്ട്. അതിന്റെ അടുത്താണ് ഒരാണവ നിലയം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വല്ലതും പറ്റുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായി കാണാം. ഇപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് നമ്മുടെ തന്നെ പട്ടാളം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യോമസേന കണ്ണിൽ എണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ടി അവിടെ പോരാടിയതാണ്. അപ്പോൾ ആ വ്യോമസേനയുടെ ഒരു താവളത്തിലേക്ക് ഒരു പ്രധാനമന്ത്രി, അതൊരു സർപ്രൈസ് വിസിറ്റാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ S-400 എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്. കാരണം പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളുടെ മുഴുവൻ മുനയൊടിച്ചത് ഈ S-400. ഒപ്പം നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശം ഉണ്ടായിരുന്നു. അപ്പോൾ S-400 ഒന്നും പറ്റിയില്ലടാ, വേണേ കണ്ടോ എന്ന് പറയുന്നതിന് മാത്രമേ. ആ ഫാക്ട് ചെക്കിംഗ് ആയിരുന്നു ഇത്. മാസ്റ്റർ ക്ലാസ് ഇൻ ഫാക്ട് ചെക്കിംഗ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ എക്സിൽ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി സൈലൻസിങ് പ്രോപ്പഗൻഡ, യാഥാർത്ഥ്യം പ്രചാരണത്തെ നിശബ്ദമാക്കുന്നു എന്ന് അദ്ദേഹം എഴുതി. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. 1965 യുദ്ധത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച ഒന്നാണ് ഈ ആദംപൂർ വ്യോമത്താവളം എന്ന് പറയുന്നത്. നമ്മുടെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്ററേ ഉള്ളൂ. പഞ്ചാബിലാണല്ലോ, 100 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ആ കാലത്ത് ഈ Su-7 പിന്നെ MiG-21 വിമാനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രം ആയിരുന്നു. ഇത്തവണ 2002 നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ S-400. അമേരിക്കയുടെ ഉപരോധം ഒക്കെ അതിലംഘിച്ചുകൊണ്ടാണ് നമ്മൾ S-400 മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2022 ആദ്യം S-400 വരുന്നത് ആദംപൂർ വ്യോമതാവളത്തിലേക്കാണ്. അതാണ് ആ വ്യോമതാവളത്തിൻ്റെ പ്രധാനം. അപ്പോൾ നിരീക്ഷണ റഡാറുകളും ഇങ്ങനത്തെ സംഗതികളും ഒക്കെ ഇൻടാക്റ്റ്, ഒന്നും സംഭവിക്കാതെ നിൽക്കുന്ന വ്യോമതാവളമാണിത്. ഇതാണ് ആക്രമിച്ച് ശരിപ്പെടുത്തി എന്ന് അവർ വ്യാജ വീഡിയോകൾ ഒക്കെ കഴിഞ്ഞ ആഴ്ച ഇറക്കിയിരുന്നത്. നമ്മുടെ S-400 നിലംപരിശാക്കി എന്ന് അവർ പറയുകയും അത് ചൈനയും തുർക്കിയും അസർബൈജാനും പോലുള്ള ഈ തല്ലിപ്പൊളി രാജ്യങ്ങളുമൊക്കെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിൽ നമ്മൾ മേടിച്ച്, അതുകൊണ്ട് നമ്മൾ ശക്തരായി. പക്ഷേ പ്രധാനമന്ത്രി നിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു MiG-29 കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഈ റഫേൽ മാത്രമല്ല MiG വിമാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. പശ്ചാത്തലത്തിൽ. അപ്പോൾ ഈ MiG വിമാനങ്ങൾ ഇപ്പോഴും നമ്മളുടെ കരുത്ത് തന്നെയാണെന്ന് അവർ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പറയാതെ ചില ചിത്രങ്ങളിലൂടെ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് മോദിയുടെ തന്നെ ഒരു തന്ത്രമാണ് അല്ലേ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ സൈനികർക്കിടയിലേക്ക് ഇറങ്ങി വന്നാൽ എത്രത്തോളം വലിയ ആത്മവിശ്വാസം നൽകും. മാത്രമല്ല ഓരോ ഇന്ത്യക്കാരും ഈ വ്യോമസേനയൊക്കെ അഭിനന്ദിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതിനിധിയായിട്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യൊപ്പം അവരുടെ ഒരു നേതാവ്, ലീഡർ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ പകർന്നു നൽകുന്നു. അതേസമയം അദ്ദേഹം ആണ് സിന്ദൂർ എന്ന് പേരിട്ടത്. അതാ പഹൽഗാം കാരണം കുറെ പേര് വിധവകളാക്കിയില്ലേ അല്ലേ. അത് പണ്ട് തൊട്ടേ നമ്മൾ മുഗൾ കാലഘട്ടം തന്നെ നോക്കുകയാണെങ്കിൽ അധിനിവേശക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. ഈ ചിത്തോർഗഡ് കോട്ടയിലൊക്കെ അക്ബറിന്റെ കാലത്തൊക്കെ ആക്രമണം നടത്തി 30,000 പേരെയൊക്കെ ഹിന്ദുക്കളെയൊക്കെ കൊന്നൊടുക്കി. പിന്നെ അപ്പോഴാണ് ഈ സതി അനുഷ്ഠിക്കുന്നതൊക്കെ. അല്ലാതെ ഇന്ത്യയിൽ ഈ പ്രചാരത്തിലിരുന്ന ഒരു ആചാരമൊന്നുമല്ല ഈ സതി എന്ന് പറയുന്നത്. വേറെ ഈ മുഗളന്മാർ പിടിച്ചുകൊണ്ടുപോകുന്ന ഭയന്നിട്ടാണ് ഇന്ന് ചിത്തോർഗഡ് കോട്ടയിൽ ഈ സതിയൊക്കെ അനുഷ്ഠിക്കുന്നത് സ്ത്രീകൾ. അപ്പോൾ സിന്ദൂരം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട സംസ്കൃതിയുടെ ഭാഗമാണ്. ആ സിന്ദൂരം മാറ്റിക്കളയാറുമുണ്ട്. സുമംഗലിയായിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണല്ലോ അത്. അപ്പോൾ അങ്ങനെ സിന്ദൂരം മാറിപ്പോയ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു
ഇല്ലേ, ഒരു ശാസ്ത്രവീര്യത്തിന്റെ നിദർശനം എന്ന് പറയാവുന്ന ഒരു സംഗതിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അത് തീർന്നിട്ടുമില്ല, ഇനിയും വേണമെങ്കിൽ തുടരുമെന്ന് പറഞ്ഞിട്ട് പാക്കിന്റെ നിലപാടനുസരിച്ച് ഈ വ്യോമത അത് പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ എന്ന് പറഞ്ഞ വാക്ക് ഇന്നലെ ഉപയോഗിച്ചില്ലല്ലോ പ്രസംഗത്തില്. സീസ് ഫയർ എന്ന് ഒരു സ്ഥലത്തും പ്രയോഗിച്ചില്ല, എങ്ങും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അത് തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം ഗാസയെ എങ്ങനെയാണോ ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിന്ദൂരം അല്ലേ, പോയവർക്ക് വേണ്ടി ആ പേരിട്ടത് ഗംഭീരമായി ഇന്ന് വേറെ ആരുമല്ല, ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും ആദംപൂരിലെ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് നമുക്ക് ഓരോ ഭാരതീയരും അത് പാകിസ്ഥാന്റെ മുഖത്ത് ഇട്ടുകൊടുത്ത അടിയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.